നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. റമദാൻ മാസത്തിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹ രോഗികൾ ഏത് തരത്തിലാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പ്രമേഹ രോഗികൾ റമദാനിൻ്റെ മുന്നേ ആയിട്ട് എന്താണെങ്കിലും ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുത്തിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഷുഗർ ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ അത്താഴവും അതുപോലെ തന്നെ നോമ്പ് തുറന്നതിന് ശേഷം ഇഫ്താറും ഏത് തരത്തിലാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾക്ക് HbA1c ഒക്കെ ഒരു നോർമലായിട്ട് ഇരിക്കുന്ന ആളുകളാണ് എപ്പോഴും കൺട്രോൾഡ് ആയിട്ടാണ് ഷുഗർ പോകുന്നത് എന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവില്ല. ഞാൻ ഈ പറയുന്ന തരത്തിലുള്ള ഡയറ്റ് ഏകദേശം ഫോളോ ചെയ്താൽ തന്നെ മതി, അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല. പക്ഷേ HbA1cയുടെ ലെവലൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണോ എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറിൻ്റെ ഒപ്പീനിയൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഏകദേശം നമ്മൾ കുറേ കാലമായിട്ട് ഡയബറ്റീസ് മെഡിക്കേഷൻസ് കഴിക്കുന്ന ആളുകളൊക്കെ സാധാരണയായിട്ട് കഴിക്കേണ്ട രീതിയിലുള്ള ഒരു ഭക്ഷണ രീതിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ അത്താഴം എങ്ങനെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് മെഡിക്കേഷൻസ് കഴിക്കുന്ന ആളുകൾ അത്താഴത്തിന് ശേഷം, രാവിലെ കഴിക്കേണ്ട മെഡിസിൻ അത്താഴത്തിന് ശേഷം, അതുപോലെ തന്നെ രാത്രിയിലെ മെഡിക്കേഷൻസ് നമുക്ക് നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. മെഡിസിൻ സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം മെഡിസിൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുഗർ ഇംബാലൻസ് ഉണ്ടായേക്കാം, ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു നോമ്പ് കാലത്ത് മാക്സിമം ഷുഗർ കൺട്രോളിൽ എത്തിക്കാൻ വേണ്ടി നോക്കുകയാണ് വേണ്ടത്. പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ HbA1cയുടെ ലെവൽ കുറച്ചുകൊണ്ട് വരാൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസം കൂടാണ് ഇത്. കാരണം നമ്മളൊരു ലോങ് ഡ്യൂറേഷനിൽ അധികം നമ്മൾ ഒരു ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അധികം ഷുഗർ ലെവൽ കുറയാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാൻ വേണ്ടിയിട്ടും, കാരണം ബോഡിയിൽ ഉണ്ടാകുന്ന ബാക്കി ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നോമ്പെടുക്കുകയാണെങ്കിൽ മാത്രമാണ്. പക്ഷേ നിങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം പ്രോപ്പറായിട്ടല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് നോമ്പ് തുറക്കാൻ ഒന്നുകിൽ വെള്ളം അല്ലെങ്കിൽ കാരക്കയായിരിക്കും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ഏറ്റവും നല്ലത് വെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ നോമ്പ് തുറക്കുന്നതാണ്. കാരക്ക ഉപയോഗിക്കുന്നത് ടോട്ടലി ഉള്ള ആളുകളിൽ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഷുഗർ കൺട്രോൾഡ് അല്ലാത്ത ആളുകൾ ഏറ്റവും നല്ലത് നോർമൽ വെള്ളം കുടിച്ചിട്ട് നോമ്പ് തുറക്കുന്നതാണ്. അത് ബോഡിയിലുള്ള ഡീഹൈഡ്രേഷൻ ഒന്ന് കുറച്ചുകൊണ്ട് വരാൻ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം മാത്രം നിങ്ങൾ കാരക്ക കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾ കാരക്ക കഴിക്കുകയാണെങ്കിലും നിങ്ങൾ 1-2 എണ്ണത്തിൽ കൂടാൻ പാടില്ല, കാരണം അത് ഷുഗർ ലെവൽ കൂട്ടിയേക്കാം. ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ 2 കാരക്കയിൽ കൂടുതൽ കഴിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ നിങ്ങൾ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് കുറച്ച് ചിയാ സീഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് എടുക്കാൻ വേണ്ടി നോക്കുക. അത് കൂടുതൽ omega-3 ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഓവറോൾ നമ്മുടെ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. നമ്മുടെ ഹാർട്ടിൻ്റെ ഫംഗ്ഷനാണ്, ബ്രെയിൻ ഫംഗ്ഷനൊക്കെ നല്ലതാണ് omega-3. ഇനി ഭക്ഷണം കഴിക്കുന്നത്, ബാക്കി ഹെവി മീൽസ് കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കഴിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സാലഡ് ആക്കിയിട്ട്. ഏറ്റവും നല്ലത് കുക്കുംബർ കഴിക്കുന്നത്, കക്കിരി കഴിക്കുന്നതാണ്. കക്കിരി കഴിക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, നമുക്ക് ഫൈബറും കിട്ടും, ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഫൈബർ കിട്ടും, നമ്മുടെ ശരീരത്തിലുള്ള ഷുഗർ ലെവൽ കൂടില്ല. അതുപോലെ തന്നെ വാട്ടർമെലൺ കഴിക്കുന്നുണ്ടെങ്കിലും ചെറിയ പോർഷൻ മാത്രം കഴിക്കുക. അത് നമുക്ക് പെട്ടെന്നൊരു ഗ്ലൈസിമിക് ലോഡൊന്നും തരില്ല, പക്ഷേ ഗ്ലൈസിമിക് ഇൻഡെക്സ്, ഷുഗറിൻ്റെ അളവ് ഇത്തിരി കൂടുതലുണ്ട്. വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് പെട്ടെന്നൊന്നും നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂട്ടില്ല. പക്ഷേ ഒരുപാട് നമ്മൾ ഒറ്റയടിക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മൾ എപ്പോഴും നാരങ്ങ വെള്ളം കഴിക്കുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ഓറഞ്ച് ജ്യൂസ് കഴിക്കുക, പൈനാപ്പിൾ ജ്യൂസ് കഴിക്കുക, അങ്ങനത്തെ ഒന്നും ഒഴിവാക്കുന്നത് നല്ലത്. കാരണം മധുരം കുറച്ചിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ പോലും നമ്മൾക്ക് ദഹനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അത് മാക്സിമം കുറച്ചിട്ട് നമുക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് പാലടങ്ങിയിട്ടുള്ളത്, ഏറ്റവും നല്ല തേങ്ങാപ്പാലിൽ നമ്മൾ എന്തെങ്കിലും ജ്യൂസ് ആക്കിയിട്ട് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾക്ക് ചായ കുടിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ അധികം മധുരം ഇടാതെ നമ്മൾ കൂടുതൽ ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ചായ അടിക്കുക. അതിൽ ഏറ്റവും നല്ലത് നിങ്ങൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് അറിയാം, പണ്ട് മുതലേക്ക് എൻ്റെ ഗ്രാൻഡ്മയൊക്കെ എപ്പോഴും തേങ്ങാപ്പാലിലായിരുന്നു ചായ കുടിക്കുന്നത് കണ്ടിട്ടുള്ളത്. അത് പിന്നീട് നമ്മൾക്ക് പഠിച്ചു വന്നപ്പോൾ മനസ്സിലായത് ഏറ്റവും നല്ലൊരു ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള കാര്യമാണെന്നുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ കൂടുതലാണെങ്കിൽ, നോമ്പിനാണെങ്കിൽ നമ്മളിപ്പോഴും തേങ്ങാപ്പാലിലാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. അതെപ്പോഴും നമുക്ക് കൂടുതൽ എനർജി തരും. കാരണം നമ്മുടെ ഹെൽത്തി ഫാറ്റ് ആയിട്ടുള്ള കാര്യമാണ് തേങ്ങാപ്പാൽ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പാലിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും ക്വാളിറ്റി ഉള്ളതും കൂടെയാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വയറിനൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ ലാക്ടോസ് ഇൻടോളറൻസ് പ്രശ്നങ്ങളുള്ള ആളുകൾക്കാണെങ്കിലും തേങ്ങാപ്പാൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അതല്ലെങ്കിൽ ബദാം മിൽക്ക് യൂസ് ചെയ്യണം. തേങ്ങാപ്പാലായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മൾക്ക് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലാണ് നമ്മൾക്ക് മെയിൻ മീൽ കഴിക്കാൻ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രം നമ്മൾ മെയിൻ മീൽ കഴിക്കുക.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എണ്ണക്കടികളൊക്കെ കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി കഴിക്കുകയാണെങ്കിൽ പോലും ഒന്നിൽ കൂടുതൽ കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് എപ്പോഴും എരിവുള്ളതാണെങ്കിൽ എണ്ണക്കടികളൊക്കെ ആണെങ്കിലും കഴിക്കാതിരിക്കുക. പിന്നെ നമ്മൾ മെയിൻ മീൽ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു പോർഷൻ മാത്രം എടുക്കുന്നതാണ് നല്ലത്. ആ പോർഷനിൽ തന്നെ നിങ്ങൾ കോംപ്ലക്സ് ആയിട്ടുള്ള അന്നജങ്ങളാണ് കഴിക്കേണ്ടത്. ഒന്നെങ്കിൽ ബ്രൗൺ റൈസ് കഴിക്കുന്നത്, ഓട്സ് പോലെയുള്ളത്, അല്ലെങ്കിൽ ചെറിയ ധാന്യങ്ങൾ കഴിക്കുന്നതാണ് എപ്പോഴും നല്ലതായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഷുഗർ കൂട്ടില്ല. നമുക്കറിയാം വെളുത്ത അരിയിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള അന്നജം അടങ്ങിയിട്ടുള്ളത്, മധുരത്തിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈറ്റ് റൈസ് കൊണ്ടുള്ളത് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒട്ടും കഴിക്കരുതെന്നല്ല, മാക്സിമം ഒഴിവാക്കിയാൽ അത്രയും നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ സ്പൈക്ക് കുറച്ചുകൊണ്ട് വരാൻ ഹെൽപ്പ് ചെയ്യും. അതിപ്പോൾ നമ്മൾ റാഗി ആവട്ടെ അതൊക്കെയാണെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ അത്ര പെട്ടെന്ന് ഷുഗർ കൂട്ടില്ല. നമ്മൾ സാധാരണ വെളുത്ത അരി വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൽ കുറവാണെന്നുള്ള അർത്ഥം. നമ്മൾ വെളുത്ത അരിയിലാണെങ്കിൽ 8 to 85% ഷുഗറാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പത്തിരി ആവട്ടെ, ദോശയായിട്ടാണെങ്കിൽ, അതല്ലെങ്കിൽ ഇഡലി ആയിട്ട് കഴിക്കുകയാണെങ്കിൽ, നൂൽപുട്ട് കഴിക്കുക, അങ്ങനത്തെ എന്ത് തരത്തിൽ കഴിക്കുകയാണെങ്കിലും നമ്മൾക്കത് ഷുഗർ കൂട്ടും. അപ്പോൾ അത് പകരം നമ്മൾ ബ്രൗൺ റൈസിൻ്റെ എന്തെങ്കിലും ഐറ്റംസ് ആണ് കഴിക്കുന്നതെങ്കിൽ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്, ഒരുപാട് നേരത്തേക്ക് നമുക്ക് എനർജി തരികയും ചെയ്യും, നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂട്ടത്തുമില്ല. നമുക്ക് ഷുഗർ രോഗികൾക്ക് നമ്മൾക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതും ഏറ്റവും സേഫ് ആയിട്ടുള്ളതുമാണ്. അപ്പോൾ അത് നമ്മൾ ഒരു പോർഷനിൽ എടുക്കുക. അതേപോലെ തന്നെ നമുക്ക് പിന്നെ കഴിക്കേണ്ടതെന്ന് പറയുന്നത് ഒരു പോർഷനിൽ പ്രോട്ടീൻ എടുക്കുക എന്നുള്ളത്. അത് നമുക്ക് ചിക്കൻ എടുക്കാം, എഗ്ഗ് എടുക്കാം, ഏത് തരത്തിലുള്ള പ്രോട്ടീൻ ആണെങ്കിൽ, ലെൻറ്റിൽസ് ആണെങ്കിൽ, ഏതാണെങ്കിലും നമുക്ക് പ്രോട്ടീൻ സോഴ്സ് എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു പോർഷൻ എടുക്കേണ്ടത് ഫാറ്റാണ്. ഒരു പോർഷൻ ഫാറ്റ് നിർബന്ധമായിട്ടും കഴിക്കുക. അത് കോഴിമുട്ടയുടെ മഞ്ഞ കഴിക്കുന്നതും ഒക്കെയാണ്. അത് കാരണം നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. കാരണം നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസ് ഇല്ല എങ്കിൽ, നിങ്ങളടുത്ത് ഡോക്ടർ ഇത് റെസ്ട്രിക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ കോഴിമുട്ടയുടെ ഉണ്ണി നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. 1 or 2 ഡെയിലി കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലാത്തതാണ്. അതേപോലെ തന്നെ നട്ട്സ് കുറച്ചളവിൽ ഒരു 4-5 കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ ഫാറ്റ് സോഴ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അവക്കാഡോ പോലെയുള്ളത് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് തൈര് കഴിക്കുന്നത് നല്ലതാണ്. തൈര് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഫാറ്റ് സോഴ്സും ആണ്, അതുപോലെ തന്നെ പ്രോബയോട്ടിക്കുമാണ്. അപ്പോൾ നമ്മളെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നമ്മൾക്ക് പ്രോപ്പറായിട്ട് നമ്മളെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് വയറിൻ്റെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ടോട്ടലായിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ദഹന പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടും നമുക്ക് ചില ആളുകൾക്ക് ഉണ്ടാകുന്നതാണ്, നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രോബയോട്ടിക് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സപ്ലിമെൻ്റ് ആയിട്ടും എടുക്കാം. ചില ആളുകൾക്ക് തൈര് നേരിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് സപ്ലിമെൻ്റ് ആയിട്ടും എടുക്കുന്നത് നല്ലതാണ്. അതാണെങ്കിൽ നമുക്ക് എനർജി കൂട്ടിക്കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റൊന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ വെള്ളം കുടിക്കുക എന്നുള്ളത്. മധുരട്ട ജ്യൂസ് ഒഴിവാക്കുകയാണ് വേണ്ടത്. നിങ്ങളിനി ജ്യൂസ് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും അരിക്കാതെ, മധുരം ഇടാതെ കഴിക്കുക. ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് ആയിട്ട് നേരിട്ട് കഴിക്കുന്നതാണ്. പകരം നിങ്ങൾ ജ്യൂസ് ആക്കി കഴിക്കുകയാണെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടും, അതിൽ ഫൈബർ കണ്ടൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഷുഗർ കൂടും. അപ്പം നമ്മളൊരു ഫ്രൂട്ട് മാത്രമായിട്ട് കഴിക്കുകയാണ് നല്ലതാണ്. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്ന ഉടനെ കൂടുതൽ സിട്രസ് ഫ്രൂട്ട്സുകൾ കഴിക്കുന്നതിന് പകരം നമ്മൾ ഈ മീൽസ് കഴിക്കുന്നതിൻ്റെ സമയത്ത് നമുക്ക് നാരങ്ങ പോലുള്ള ഇപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കഴിക്കണം നല്ലതാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസും ഉണ്ടാവില്ല, നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ സിൻ്റെ അളവും കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കഴിക്കുക. ഇനി വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു ചെറിയ പോർഷനാണ് നിങ്ങൾ ഭക്ഷണം എടുത്തിട്ടുള്ളതെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് 2 hour കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു മീൽസ് കൂടെ എടുക്കുന്നത് കുഴപ്പമില്ല. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഇല്ല എങ്കിൽ നിങ്ങൾ കുറച്ച് നട്ട്സ് എങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഒന്നെങ്കിൽ സൂപ്പ് കഴിക്കുക, അതല്ല എങ്കിൽ നിങ്ങൾ കുറച്ച് സാലഡ് കഴിക്കുകയൊക്കെ ആണെങ്കിലാണ് നല്ലത്. ഇത് നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ അധികം മധുരം കഴിക്കുന്നതിൻ്റെ അളവ് നമ്മൾ കുറച്ചുകൊണ്ട് വരണം. കാരണം മധുരം അധികം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡേ ടൈമിൽ നമ്മൾ ഷുഗർ കൂടിയേക്കാം. ഷുഗർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരും. ഈ ഒരു റമളാൻ മാസത്തിൽ മാത്രം നമ്മൾ ഷുഗർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, നമ്മൾക്ക് കാഴ്ചക്കുറവ് ഉണ്ടായേക്കാം, നമുക്ക് ഞരമ്പിനെ ബാധിച്ചേക്കാം. അതൊന്നും ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം നല്ല രീതിയിൽ നമുക്കിത് കൺട്രോൾ ചെയ്യേണ്ട ഒരു സമയമാണ് ഇത്. അതേപോലെ തന്നെ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള അന്നജങ്ങൾ എടുക്കുകയാണ് നല്ലത്. അത് കുറേ സമയത്തേക്ക് നമുക്ക് എനർജി തരും. കോംപ്ലക്സ് ആയിട്ടുള്ള എനർജി എടുക്കുന്നത് നമുക്ക് ഷുഗർ കുറയാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ഈ പകൽ നേരം മുഴുവൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം സമയം നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം കിട്ടണമെങ്കിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എടുക്കണം. ഇത് നമ്മുടെ ശരീരത്തിൽ പതുക്കെ ഷുഗർ കൂട്ടുക അല്ലെങ്കിൽ എനർജി കൂട്ടിക്കൊണ്ടുവരുള്ളൂ. അപ്പോൾ അതാണ് ഏറ്റവും നല്ലത്. അത് ബ്രൗൺ റൈസ് കഴിക്കാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ ധാന്യങ്ങളായിട്ടാണെങ്കിൽ കഴിക്കാം, അത് കഞ്ഞിയാക്കിയിട്ട് കഴിക്കാം, ഏത് തരത്തിലാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു തരത്തിലുള്ളതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ബ്രൗൺ റൈസ് ഇട്ടതിന് ശേഷം അതിൽ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് നമ്മൾ കഞ്ഞിയാക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു
ഓപ്ഷനാണ്. അതിൻ്റെ കൂടെ കുറച്ച് സാലഡ് കൂടെ കഴിക്കുക എന്നുള്ളത് അത് നിങ്ങൾക്ക് ഹെൽത്തി ഫാറ്റ് തരും, അതുപോലെ തന്നെ ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാക്കില്ല, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്, എനർജിയും തരും, നിങ്ങളുടെ ഷുഗറും കൂട്ടത്തില്ല. ആ രീതിയിൽ കഴിക്കുന്ന നല്ലൊരു ഓപ്ഷനാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പാണെങ്കിലും ഗോതമ്പിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് കഞ്ഞിയാക്കിയിട്ട് കഴിക്കുകയാണ്. പക്ഷേ ഗോതമ്പാണെങ്കിലും അളവ് കുറയ്ക്കണം, കാരണം കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് അധികം നമ്മൾക്ക് അതിൽ ഷുഗറിൻ്റെ കണ്ടൻറ് ഉണ്ട്. അപ്പോൾ വെളുത്ത അരിയും ഗോതമ്പിൻ്റെ ഒക്കെ അളവ് കുറയ്ക്കണം, നല്ലതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഓട്സ് ആക്കിയിട്ട് കഴിക്കാം. ഓട്സ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റോൾഡ് ഓട്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സ്. അല്ലാതെ ഇൻസ്റ്റൻറ്റ് ഓട്സ് മേടിക്കുകയാണെങ്കിൽ ഇതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഷുഗർ കണ്ടൻറ്റും കൂടുതലാണ്. കാരണം ടേസ്റ്റൊക്കെ കൂടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രോസസ്സ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് കൂടുതൽ അത് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉണ്ടാക്കും. ഷുഗർ കണ്ടൻറ്റ് കൂട്ടുന്നതുകൊണ്ട് നമ്മുടെ ഷുഗർ കൂടിയേക്കാം. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ നോമ്പിന് ഇടയ്ക്കെങ്കിലും പോയിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം, നമ്മുടെ ഷുഗർ ലെവൽ കൂടുന്നുണ്ടോ എന്നുള്ളത്. ഇനി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് നോക്കിയാൽ തന്നെ മതി. ആ സമയത്ത് GRBS എത്രയാണ് ഉള്ളതെന്ന് നോക്കുക. നമുക്ക് ഷുഗർ കൂടുന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലും മെഡിക്കേഷനിൽ മാറ്റം വരുത്തണോ നോക്കുക. എന്തെങ്കിലും ക്ഷീണം അധികമായിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നോമ്പ് നോക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ രാവിലത്തെ ഭക്ഷണം ബാക്കി കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും കുറച്ചൊരു പ്രോബയോട്ടിക് സോസ് കഴിക്കുക, അല്ലെങ്കിൽ പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ് കഴിക്കുക. അതുപോലെ തന്നെ omega-3 സപ്ലിമെൻ്റ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ ഫിഷ് കഴിക്കുകയാണെങ്കിൽ ഫാറ്റി ഫിഷുകൾ കഴിക്കാൻ വേണ്ടി നോക്കുക, പൊരിച്ച ഐറ്റംസ് കഴിക്കരുത്. പിന്നെ അതിൽ പ്രോട്ടീൻ എന്തായാലും കഴിക്കണം. പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഒന്നെങ്കിൽ എഗ്ഗോ മുട്ടയൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഫാറ്റ് സോസ് ആയിട്ടാണെങ്കിലും നമുക്ക് നട്ട്സ് കഴിക്കാം, അവക്കാഡോ പോലെയൊക്കെ ഉള്ളത് കഴിക്കുമ്പോൾ നമുക്ക് ഫാറ്റും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിക്കുന്നതിന് പകരം കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിൽ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ട് മഞ്ഞൾ ആഡ് ചെയ്തിട്ടോ ഇഞ്ചി ആഡ് ചെയ്തിട്ടോ അതല്ല ചിയ സീഡ്സ് ആഡ് ചെയ്തിട്ടൊക്കെ ആയിട്ട് നമുക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പക്ഷെ നാരങ്ങ ആഡ് ചെയ്ത് കുടിക്കുന്നത് നല്ലതല്ല, കാരണം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇനി ദഹന പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ ആപ്പിൾ സിഡർ വിനെഗർ ഒരു 1/2 ടീസ്പൂണ് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിക്കുകയാണെങ്കിൽ ആ ദഹന പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടും. പക്ഷേ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകളാണെങ്കിൽ കഴിക്കരുത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ റമളാനിൽ അധികം ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നമുക്ക് നോമ്പെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ ലെവൽ കുറച്ചുകൊണ്ട് വരാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ തലേദിവസത്തെ ഉണ്ടാക്കിയിട്ടുള്ള എണ്ണക്കടികളൊന്നും രാവിലെ കഴിക്കാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മുടെ ഈ റമളാൻ കൊണ്ടുപോകാനും നമ്മുടെ ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.